വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വെൽക്കം. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മളെ അക്വേറിയത്തിന്റെ ബാക്കി പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പം ഇതിൽ കുറച്ച് ഭാഗം ഞാൻ ഇന്ന് 2 ദിവസം മുമ്പെയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ അത് പോയി കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. ലാസ്റ്റ് പാർട്ടിൽ കണ്ടത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിപ്പോൾ രണ്ടാമത് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ വെള്ളം ഏകദേശം ഇതുവരെയുള്ള വെള്ളവും നമുക്ക് കുറയ്ക്കേണ്ടി വന്നായിരുന്നു നമ്മളിത് ക്ലീൻ ചെയ്യണതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അടുത്ത് വെള്ളം വീണ്ടും കംപ്ലീറ്റ് ഫുള്ള് വെള്ളം ഫില്ല് ചെയ്ത് ഇതൊരു ഷോക്ക് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസമാണ് നമ്മൾ വീണ്ടും ഇതിന്റെ മുകളിലോട്ട് ഒരു ലെയർ കൂടെ വെള്ളം ഫില്ല് ചെയ്തെടുത്ത്. അപ്പം ഇതിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, കഴിഞ്ഞ ദിവസം വെള്ളം ഉണ്ടായിരുന്ന ഭാഗം വരെയുള്ള വെള്ളത്തിന് ഒരു കളറും അതിന് മുകളിലോട്ടുള്ളതിന് വേറൊരു കളറായിട്ട് 2 ലെയർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കിനി വീണ്ടും ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ ടാങ്കിലെ ബാലൻസ് സാധനങ്ങൾ ക്ലീൻ ചെയ്യണം. അപ്പൊ അതിൽ കഴിഞ്ഞ പാട്ടിൽ ഞാൻ പറഞ്ഞ കേവ് ഇതാണ്. ഇപ്പൊ ഏകദേശം ഈ കേവിന് നമുക്ക് കാണാൻ പറ്റുന്നൊരു രൂപത്തിലോട്ടായിട്ടുണ്ട്. ഇതകത്തോട്ട് ഇനിയും ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഞാനിത് ക്ലീൻ ചെയ്തിട്ട് വരാം. ബൈ. ഇതിന്റെ വെള്ളം ഫ്ലോർ ക്ലീൻ ചെയ്ത് ആ വെള്ളമെല്ലാം മാറ്റി നമ്മളിത് അടുത്ത വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ഇതിലെ പ്രഷർ കുറച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണത്. ഇല്ലെങ്കിൽ ഈ മണലെല്ലാം പറന്നും ആകെ പ്രശ്നമാവും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണില്ല. നിങ്ങളിത് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനം നമ്മൾ വിട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഫെർട്ടിലൈസർ ഇനിയും വേണമല്ലോ. അപ്പം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇതിനെ ഒരു ഷോക്കിലോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് കളയണ രീതിയിലുള്ള ഒരു പരിപാടി ചെയ്യണില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെള്ളം മാറ്റാതെ വെള്ളം പോണതനുസരിച്ച് നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണതിന് കാരണമെന്ന് വെച്ചാൽ ഇതിലെ ബാക്ടീരിയ വീണ്ടും ഡെവലപ്പ് ആവാനാണ്. അപ്പം ഇത് ക്രാഷ് ആവൂല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു നിഗമനം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ വരുമായിരിക്കും. വരണ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാം. കേവ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തായാലും ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ. ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് കണക്കാക്കി ഏകദേശം 50,000 ആയിരുന്നു. അപ്പോൾ അത് അത്രയും പൈസ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് ഇതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങളും ഞാൻ മാറ്റി ചെയ്തു. യഥാർത്ഥം വേണ്ട സാധനങ്ങൾക്ക് പകരമുള്ള സാധനങ്ങൾ ചെയ്തു. അപ്പോൾ അത് കാരണം ഇതിൽ എനിക്കൊരു 5 വർഷമായിട്ട് ഇതിനകത്തൊരു 5,000 രൂപയ്ക്കകത്ത് മാത്രമേ ഇതിനകത്ത് ഞാൻ ചിലവാക്കിയിട്ടുള്ളൂ. ഈ ടാങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ബാക്കി സാധനങ്ങൾ. അപ്പം അത് നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഈ സംഭവം ചെയ്തതെന്നും ഏതൊക്കെ ഇതിൽ കൂടെയാണ് ഇത് കടന്നു വന്നതെന്നും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കമന്റ്സും അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് അത്യാവശ്യം ലൈക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ ഈ കാണുന്ന ഈ സാധനം എല്ലാം നമ്മൾ വീട്ടിൽ ക്യൂർ ചെയ്തെടുത്തതാണ്. ഈ ഡ്രിഫ്റ്റ് വുഡ് വീട്ടിൽ ക്യൂർ ചെയ്തെടുത്തതാണ്. അതുപോലെ ഇത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഒന്നും അല്ല. ഇതിൽ ഷ്രിമ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇത് ഫുഡ് സോഴ്സ് കൂടിയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടുപോയൊരു സാധനം, നമ്മൾ ഫിഷ് ഫുഡ് കൊടുക്കാത്തൊരു സിസ്റ്റം കൂടെയാണത്. നമ്മൾ മീനിനെന്ന് പറഞ്ഞ് ഇതിനകത്ത് തീറ്റ ഇടാറില്ല. മീന് ഇതിനകത്ത് തന്നെ ഹണ്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലൊരു സംഭവം കൂടിയാണ്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയുന്നതും. പിന്നെ നമ്മളിതാ ഈ പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇതിൽ അക്വാസ്കേപ്പ് വന്നിട്ട് ഒരു ഐലൻഡ് പോലെ ചെയ്യാനാണ് ഞാൻ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഇതേപോലെ തന്നെ വിട്ടിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം ചെടികളും സാധനങ്ങളും വരുന്നത്. പിന്നെ ഇതിപ്പോ നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില ഭാഗങ്ങളിൽ ഇതേപോലെ നല്ല കട്ടിക്ക് ഈ ഹ്യൂമസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് കുറേശ്ശെ കൂടെ മാറ്റുകയാണ്. ഇവിടെയൊക്കെ ഈ കല്ലുകളുടെ ഇടഭാഗങ്ങളെ നമുക്ക് നേരത്തെ അത് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനാണ് ഇത് മാറ്റുന്നത് നിങ്ങൾക്കൊരു സംശയം കാണും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ലെന്റിക് എക്കോസിസ്റ്റംസ് എന്ന് പറയും. അതായത് കുളവും കായലും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ഇതും അങ്ങനെ ഒരു എക്കോസിസ്റ്റമാണ്. അപ്പം ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കുളം ആദ്യമായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ കുളം പിന്നീട് കുറേ കാലം കഴിഞ്ഞ് അത് കരയായി മാറുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇതിനിടയിൽ കുറേ സ്റ്റേജസിലൂടെ ഇവർ കടന്നു പോകും. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഒലിഗോട്രോഫിക് സ്റ്റേജ്. അത് കഴിഞ്ഞ് വരുന്നത് മീസോട്രോഫിക് സ്റ്റേജ്. നമ്മുടെ അക്വേറിയം ഉള്ളത് മീസോട്രോഫിക് സ്റ്റേജിലാണ്. അപ്പം ഇതിലാണ് നമ്മളിത് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കുറേ കാലം, ഈ 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് യൂട്രോഫിക് സ്റ്റേജിലോട്ട് കടന്നു. അപ്പം അതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ക്രാഷ് ആവും. അപ്പം അതിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇതിനെ മീസോട്രോഫിക് സ്റ്റേജിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലെ ന്യൂട്രിയൻസ് റിമൂവ് ചെയ്തത്.
ഒരു ബൾക്ക് എമൗണ്ട് ന്യൂട്രിയൻസ് റിമൂവ് ചെയ്തതിലൂടെ ഇത് തിരിച്ച് മീസോട്രോഫിക് സ്റ്റേജിലോട്ട് വന്നു. മീസോട്രോഫിക് സ്റ്റേജിലാണ് പ്ലാന്റ്സ് ഉള്ളത്, പ്ലാന്റ്സും ഒരുപാട് ഓർഗാനിസംസും ഉള്ളത്. പിന്നെ ന്യൂട്രിയൻസിന്റെ അളവും അത്യാവശ്യം മറ്റേതിനേക്കാളും കൂടുതലുമായിരിക്കും. നമ്മൾ നട്ട പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇത് വളർന്നു വരുന്ന അപ്ഡേഷൻ ഞാൻ ഇടാം. പിന്നെ അഗബിയാസിസ് നാന, ക്രിപ്റ്റോക്കനി ആക്സറോഡി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് ആക്ച്വലി വാലിസ്നേറിയുടെ ഒരു തൈയാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നതും പിന്നീട് അപ്രത്യക്ഷമായതുമാണ്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായപ്പോൾ അത് തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കഷ്ണം ഇതിനകത്ത് ഉണ്ടായിരുന്നതാണ്. നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വേണ്ട, ഇത് ഒരുപാട് പഴക്കമുള്ള സാധനമാണ്. ഇതിനകത്ത് ഭൂരിഭാഗം അതിൻ്റെ നശിച്ചു കഴിഞ്ഞ് കുറച്ച് ഭാഗമുണ്ട്. ഇത് മണ്ണിനടിയിലായിരുന്നു, നമ്മളിത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ്. അതിനെ നമുക്ക് ഇനി ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഈ എക്കോസിസ്റ്റത്തിന്റെ നൈറ്റ് ലൈഫ് എന്നാണ് കുറച്ചുകൂടെ വ്യത്യാസമാണ്. ഈ നൈറ്റിൽ നമ്മൾ പകല് കാണാത്ത ഒരുപാട് ജീവികളെ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഒരു സ്നെയിൽ മീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ട്യൂബിഫിക്സ് വേം എന്ന് പറയുന്ന ഒരു വേമാണ്, ഈ നീളമുള്ള വേം. മറ്റത് പ്ലനേറിയാണ്. ട്യൂബിഫിക്സ് വേമിനെ ഫിഷിന് നമ്മൾ ഫുഡായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പ്ലനേറിയ ഒരു പ്രഡേറ്ററാണ്. പ്ലനേറിയക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഇവര് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഭാഗവും രണ്ട് പ്ലനേറിയ ആവാൻ കപ്പാസിറ്റി ഉള്ളവരൊക്കെയാണ്. പിന്നെ ഇത് കുറച്ച് ആൽഗെ ഞാൻ റിമൂവ് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പൊ അതിനെ ഒരു സ്നെയിൽ കഴിക്കുന്നതാണ്. പിന്നെ ഇത് ചൈറ്റോഗാസ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു വേമാണ്, ഒരു പ്രഡേറ്റർ വേമാണ്. ഇത് ചെറിയ ചെറിയ ഈ പ്ലാങ്ക്ടൺസിനെയും മൂവിങ് ആൽഗിനെയൊക്കെ കഴിക്കുന്ന ഒരു വേമാണ്. അപ്പൊ ഇത് ഇവരൊക്കെ രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്, പ്രത്യേകിച്ച് പ്ലനേറിയ. പിന്നെ ഇതൊരു സ്നെയിലിന്റെ എഗ്ഗാണ്, നമ്മൾ അതിനിടയിൽ കണ്ടതാണ്. പിന്നെ ഇത് കോപ്പിപ്പോഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ്. ഇതൊരു ക്രസ്റ്റേഷ്യനാണ്, നമ്മളെ ഞണ്ടും കൊഞ്ചും ഒക്കെ വരുന്ന ഗ്രൂപ്പിൽ പെടുന്ന ഒരു സാധനമാണ്. വളരെ ചെറുതാണ്. ഇത് ഫിഷ് ഫുഡായിട്ട് കഴിക്കുന്ന ഒരു സാധനം. അപ്പൊ നിങ്ങൾ ഈ അവസാനം കണ്ട ജീവികളില്ലേ, അതാണ് നമ്മുടെ ഫിഷിന്റെ ഫുഡ്. അപ്പം അവരെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് ആവാനായിട്ട് നമുക്കൊരു 2 ദിവസം കൂടെ സമയം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന ഫിഷിനെയും ഷ്രിമ്പിനെയും ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തത്. അപ്പം ഇത് വീഡിയോസ് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.